ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് ഒന്ന് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. നിങ്ങളുടെ ബൈബിൾ എടുക്കുക. നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനഭാഗം 147 സങ്കീർത്തനം 13 തിരുവചനമാണ്. 147 സങ്കീർത്തനം 13, 14 തിരുവചനങ്ങൾ. 147, 13, 14 തിരുവചനങ്ങൾ. ബൈബിൾ എടുത്ത് ഞാൻ വായിച്ചു തരാം. നിങ്ങൾ എന്നോടൊപ്പം ഒരു വട്ടം വായിക്കുക. സ്വന്തമായിട്ട് സ്വസ്ഥാനങ്ങളിലിരുന്ന് ഏതാനും സമയം കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതാണ്. തുടർന്നും ഒരുമിച്ച് ഞാൻ ചൊല്ലിത്തരുമ്പോൾ വചനം നിങ്ങൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്വസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇരിക്കുക. 147 13 വചനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വചനഭാഗം നിങ്ങൾ ഇന്ന് ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ വചനഭാഗത്തിൻ്റെ ഒരു അഭിഷേകവും അനുഗ്രഹവും നിങ്ങൾ പ്രാപിക്കാൻ ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽഡ് ആകേണ്ട, ദൈവം ഇറങ്ങി പ്രവർത്തിക്കേണ്ട പ്രാർത്ഥനാ വിഷയത്തെ എഴുതി ഈ ബൈബിളിൻ്റെ ഈ ഭാഗത്ത് വെച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുക. നിങ്ങൾ 1 മണിക്കൂർ സമയം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇന്ന് എപ്പോഴെങ്കിലും ഇരിക്കുന്ന സമയത്തൊക്കെ ഈ വചനമൊക്കെ ഏറ്റുപറഞ്ഞും അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ചും ഈശോയുടെ സാന്നിധ്യത്തിലിരുന്ന് നിങ്ങളെ തന്നെ കർത്താവിന് കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 147, 13 നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിലിന് ഓടാമ്പലുണ്ട്. അതെന്തിനാണെന്നറിയാമോ? അത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. അകത്തുനിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കൊക്കെ പോകാൻ പറ്റാത്ത രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഉള്ളിൽ കയറിയിട്ട് ഈ ഓടാമ്പലിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് എന്നാൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റും അല്ലേ? ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു സംരക്ഷണമാണത്. ഇപ്പം ഇത് പറയുന്ന പോലെ ഇത് ഒരു ദൈവിക, ഇസ്രായേൽ ജനത്തിന് ഒരു ദൈവിക സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമാണത്. നിങ്ങളുടെ ഭവനങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, വൈകാരിക ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകൾക്കും വചനം പറയുന്നത് എന്താണെന്നറിയാമോ? അവിടുന്ന് ആ വാതിലുകളുടെ ഓടാമ്പലുകൾ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നത് കർത്താവിൻ്റെ വലിയ സംരക്ഷണം അനുഭവിക്കുന്നു. ഈശോ തന്നെ നിങ്ങളുടെ ഭവനത്തിൻ്റെ സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നു എന്നാണ്. അപ്പം ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഈ വചനം നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം. നമുക്കറിയാം, ഒരു ഭൗതികമായ ഒരു കള്ളൻ വരുന്ന വഴി മാത്രമല്ല, ആത്മീയ മണ്ഡലങ്ങളിൽ യോഹന്നാൻ 10:10 പറയുന്നത് കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനാണെന്നാണ്. പിശാച് വരുന്നതേ കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനാണെന്ന്. അപ്പം അവൻ വരുമ്പോൾ വാതിലുകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അവന് പ്രവേശിക്കാൻ എളുപ്പമാണ്. ഇപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓടാമ്പലുകൾ ഇട്ട് ഇതിനെ പൂട്ടണം. നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ, നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ, വൈകാരികതകൾ എല്ലാം നമ്മൾ പൂട്ടിവെക്കണം. ദൈവിക സംരക്ഷണത്തിൽ കൊടുക്കണമെന്ന്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്ക് നിരാശ വരും, ആകുലത വരും, ഭയം വരും, ടെൻഷൻ വരും, ചത്താമതി എന്നുള്ള ചിന്ത വരും, വെറുപ്പ് നമ്മുടെ തലയ്ക്കകത്ത് കയറും, മനസ്സിലേക്ക് വരും, വിദ്വേഷം, പക, പ്രതികാരം, സ്വാർത്ഥത, ഇങ്ങനെ ദൈവികമല്ലാത്തതെല്ലാം ഈ ഓടാമ്പലിട്ട് പൂട്ടിയില്ലെങ്കിൽ, കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കുന്നില്ല എങ്കിൽ പിശാച് കയറും. നമ്മുടെ ശരീരത്തെ കർത്താവിൻ്റെ ഓടാമ്പലിട്ട് ബലപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിനെതിരെ നിൽക്കുന്ന പിശാച് കൊണ്ടുവരുന്ന രോഗങ്ങൾ, ശാരീരിക ജഡിക പാപത്തിൻ്റെ കെട്ടുകൾ, ഇതിന്നൊക്കെ നമ്മൾ സുരക്ഷിതരാണ്. ആത്മീയമായി നമ്മളെ തകർക്കാൻ അവൻ കടന്നു വരുന്ന വാതിലുകളെ നമ്മൾ അടയ്ക്കുവാണ്. എങ്ങനെ? കർത്താവ് പോലും, ഈശോ പറഞ്ഞ അങ്ങനെയല്ലേ? അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ അങ്ങനെയല്ലേ? നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു. കർത്താവ് ബലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് തകർക്കാൻ പറ്റില്ല. കർത്താവ് അടച്ചു കഴിഞ്ഞാൽ
പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല. കർത്താവ് തുറന്ന പിന്നെ അത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ മനസ്സിന് സമാധാനമുണ്ട്, നിന്റെ ആന്തരിക ആത്മീയ മനുഷ്യന് ബലമുണ്ട്, സ്വസ്ഥതയുണ്ടെന്ന്. അതല്ലെങ്കിൽ എല്ലാം കയറി ഇറങ്ങി നിരങ്ങി ബലമില്ലാന്ന് വിചാരിക്കുക. നിന്റെ ഓടാമ്പല് നീ തന്നെയാണ് പൂട്ടിയിട്ടേക്കെന്ന് വിചാരിക്കും. ഒരസ്വസ്ഥ ഉണ്ടാകുമ്പോൾ അത് തകർന്നു പോകും. തമ്പുരാൻ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കയറാൻ പറ്റില്ല. നീ പൂട്ടിയതാണെങ്കിൽ ഒരസ്വസ്ഥ വരുമ്പോൾ തകർന്നു പോകുന്നത് അത്രേ ഉള്ളൂ. ഒരു രോഗം വരുമ്പോൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായ ചില ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ വീണു പോകുമ്പോൾ, മക്കളിലും ജീവിത പങ്കാളിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ പൂട്ടി വെച്ചേക്കുന്നൊക്കെ തകർന്നു പോകാൻ അത്രയും സമയം മതി. മനസ്സ് തളരാൻ, നിരാശയിലേക്ക് വീഴാൻ, ആകുലപ്പെടാൻ, സ്വസ്ഥത പോകാൻ, ഉറക്കം നഷ്ടപ്പെട്ടു പോകാൻ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിൻ്റെ, എൻ്റെ ജീവിതമാകുന്ന കുടുംബമാകുന്ന ഭവനത്തിൻ്റെ ഓടാമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു. ഒരു ശത്രുവിനും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു തിന്മയ്ക്കും പ്രവർത്തിക്കാൻ ഇറങ്ങി നിറങ്ങാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഭവനത്തിൻ്റെ ഓടാമ്പലുകളെ എൻ്റെ ദൈവം ബലപ്പെടുത്തുന്നു. യെസ്, ആമേൻ പറ, ആമേൻ പറ, ആമേൻ, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളാം. അപ്പം തന്നെ കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെങ്ങനെ സംഭവിക്കുന്നു, എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച് അസ്വസ്ഥപ്പെടുന്നില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാ, എന്തെല്ലാം പ്രതിസന്ധികളാ, ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വല്ലാതെ ഭാരപ്പെടുന്നില്ല, അസ്വസ്ഥപ്പെടുന്നില്ലേ? ദൈവിക സംരക്ഷണമില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. കർത്താവ് പടിയിറങ്ങിപ്പോയ എത്രയോ ഭവനങ്ങളുണ്ട്, ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ദൈവസ്നേഹത്തിന് നിരക്കാത്തതും കർത്താവിൻ്റെ വചനത്തിന് ചേരാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവം പടിയിറങ്ങിപ്പോകും. ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോൾ, വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ മുതൽ ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ നമ്മുടെ ഭവനത്തിൽ സംഭവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക. മറ്റു വാക്യം പറഞ്ഞാൽ ദൈവിക സംരക്ഷണം നഷ്ടപ്പെടുക. കർത്താവല്ല പിന്നെ നിന്റെ ഓടാമ്പലുകൾ പൂട്ടുന്നേ, ബലപ്പെടുത്തുന്നില്ല, തകർന്നു പോവുക. കർത്താവേ, ഒത്തിരിയേറെ തകർച്ചകൾ, ഒത്തിരിയേറെ അസ്വസ്ഥകളൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. തമ്പുരാനെ, നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ഭവനത്തിൻ്റെ, കുടുംബത്തിൻ്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ നീ ബലപ്പെടുത്തണമേ. ഈശോയെ, ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ബലമില്ലാത്ത മക്കൾ ഇതിനകത്തുണ്ട്, മനസ്സിന് തെല്ലും ഫലമില്ലാത്ത മക്കളുണ്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഭാരപ്പെടുന്നവരുണ്ട്, നിസ്സാര കാര്യങ്ങളുടെ മീതെ സങ്കടപ്പെടുന്നവരുണ്ട്. കർത്താവേ, മനസ്സ് തളർന്നു കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണം, ബലപ്പെടുത്തണമേ കർത്താവേ. ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ മക്കളെ ബലപ്പെടുത്തണമേ, ഒരു കുടുംബങ്ങളെ നീ ബലപ്പെടുത്തണമേ കർത്താവ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാവോ? മനസ്സ് വിഷമിച്ചും വേദനിച്ചും നിൽക്കുന്ന മക്കള്, അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന മക്കള്, വല്ലാതെ മനോഭാരം പേറുന്നവര്, നിരാശകൾക്ക് അടിമപ്പെട്ടു പോയവര്, ആകുലതകൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, അമിത ദുഃഖം പേറുന്ന ജീവിതങ്ങള് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്. നിന്റെ മനസ്സിന്റെ ഓടാമ്പലുകളെ ദൈവം ബലപ്പെടുത്തുന്നു, നിന്റെ ശരീരത്തിന്റെ ഓടാമ്പലുകളെ ദൈവം ബലപ്പെടുത്തുന്നു, നിന്റെ ഭവനത്തിന്റെ ഓടാമ്പലുകളെ ദൈവം ബലപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ കുടുംബങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഇവരുടെ ഭവനത്തിന്റെ ഓടാമ്പലുകളെ ശത്രുവിന് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, അസ്വസ്ഥതകള് ഇതൊന്നും ഇവിടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാൻ കർത്താവിന്റെ സംരക്ഷണത്തിന്റെ കരം ഉയർന്നു നിൽക്കട്ടെ. ഈ ഭവനങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ, പാപത്തിന്റെ കെട്ടഴിയട്ടെ, അന്ധകാരത്തിന്റെ കെട്ടഴിയട്ടെ, അശുദ്ധിയുടെ കെട്ടഴിയട്ടെ, വ്യഭിചാരത്തിന്റെ കെട്ടഴിയട്ടെ, ജഡികഭാവത്തിന്റെ കെട്ടഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഈശോയെ അലിവു തോന്നണേ,
കുടുംബങ്ങളോട് കരുണ കാണിക്കണം. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. തമ്പുരാന്റെ വലിയ കരുണ നിങ്ങളുടെ ഭവനങ്ങളെ ആ സംരക്ഷണത്തിൽ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. തുറന്നു വരുന്ന വചനം പറയുന്നതെന്നറിയോ? നിന്റെ കോട്ടയ്ക്കുള്ളിലെ നിന്റെ മക്കളുണ്ടല്ലോ, അവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവെന്ന്. ഈ സമയത്ത് നിന്റെ ഭവനത്തിലുള്ള നിന്റെ കുടുംബാംഗങ്ങളെ ഉണ്ടല്ലോ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആമേൻ പറ. ആമേൻ. മക്കൾ എവിടെയാകട്ടെ, ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾ ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലാകട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്നോ, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരോ, വിദേശ യാത്രകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരോ, വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ളവരോ, വിദേശത്ത് സെറ്റിലായിട്ടുള്ള എവിടെയാകട്ടെ, നിന്റെ കുടുംബാംഗങ്ങളെ, നിന്റെ കോട്ടയ്ക്കുള്ളിലെ നിന്റെ ഭവനത്തിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഇസ്രായേൽ ജനത്തിന് കൊടുത്ത വാഗ്ദാനമാണ്. പ്രവാസത്തിലേക്ക് പോയി തിരിച്ചു വന്ന ഒരു ജനത്തിന് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമാണിത്. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു ശത്രുവും കയറുകയല്ലെന്ന്. ഈ കോട്ടയ്ക്കുള്ളിൽ നിങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, മക്കളെയൊക്കെ വചനം പറയാണ് അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നുവെന്ന്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതൊക്കെ തന്നെയല്ലേ? ദൈവമേ, ഒരു ദൈവാനുഗ്രഹത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥിക്കുക ഈ സമയത്ത്, മക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ. നീ നിന്റെ നാമത്തിൽ എൻ്റെ കൊട്ടയ്ക്കുള്ളിൽ എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. എൻ്റെ മൂത്ത മകനെ അനുഗ്രഹിക്കണമേ, മൂത്ത മകളെ അനുഗ്രഹിക്കണമേ, ഇളയ മകനെ അനുഗ്രഹിക്കണം, ഇളയ കുഞ്ഞിനെ അനുഗ്രഹിക്കണം. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും ഇങ്ങനെ പേരുകൾ പറഞ്ഞ്, അവരുടെ പേര് പറഞ്ഞ് ഈശോയെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിത പങ്കാളിയെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ അപ്പനെ അനുഗ്രഹിക്കണമേ, എൻ്റെ മമ്മിയെ അനുഗ്രഹിക്കണമേ, എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ പറഞ്ഞു അനുഗ്രഹിച്ചോട് പ്രാർത്ഥിക്കുക. ഈ കോട്ടയ്ക്കുള്ളിൽ ഇപ്പോൾ നീ ആയിരിക്കുന്നതിൻ്റെ ഭവനമുണ്ട്. ഇതിപ്പോൾ ദൈവിക സംരക്ഷണത്തിനുള്ളിലാണ്, ഒരു കോട്ടയ്ക്കുള്ളിലാണ്. ഈ കോട്ടയ്ക്കുള്ളിലെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഈശോയെ, ഇതാ ഈശോ അവൻ്റെ സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടൊക്കെ ഒരു കോട്ട തീർത്തേക്കുക നിനക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും. അപ്പോൾ ഈ കുടുംബത്തിലിരുന്ന് നീ ഈശോയെ വിളിക്കുമ്പോൾ, ഈ ഭവനത്തിലിരുന്ന് നിന്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് നിന്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണത്. ആമേൻ. അതാണ് ആമേൻ പറഞ്ഞ ഓരോ സമയത്ത് ആമേൻ പറഞ്ഞു. യെസ്. രോഗിയായിരിക്കുന്ന കുഞ്ഞുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ രോഗിയായിരിക്കുന്നവരെ കർത്താവ് കാണുന്നുണ്ട്. അങ്ങനെ വേദന പേറുന്ന അമ്മമാരെ സ്വർഗ്ഗം ഇപ്പം കണ്ടുകൊണ്ടിരിപ്പെടും. നിങ്ങളുടെ ആ കുഞ്ഞുങ്ങളെ ഈശോ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ ഈശോ ഇപ്പം അനുഗ്രഹിക്കുക, സുഖപ്പെടുത്തുക. 2-3 വയസ്സായിട്ട് സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ കർത്താവ് ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുക. കർത്താവ് കൃത്യമായിട്ട് സന്ദേശത്തിലൂടെ ആ ഒരു വിഷയത്തിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക്, ഇടങ്ങളിലേക്ക്, കുടുംബാംഗങ്ങളിലേക്കൊക്കെ തമ്പുരാന്റെ വലിയ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദൈവാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയമാണ്. മക്കളെ, ഇത് നമ്മൾ കർത്താവിനോട് ചേർന്ന് യുദ്ധം ചെയ്യുന്ന സമയമാണ്. ഈശോ നമ്മുടെ പക്ഷത്ത് നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളൊന്നും ഒരു പ്രതിബന്ധമല്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു തടസ്സമല്ല. കർത്താവിന് തകർക്കാൻ പറ്റാത്ത ഒരു തടസ്സമില്ല. അവൻ നമ്മുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്താൽ ഒരു തടസ്സവും പിടിച്ചു നിൽക്കില്ല, ഒരു പ്രശ്നവും പിടിച്ചു നിൽക്കില്ല, ഒന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിന്റെ വിസ തടസ്സോ, ജോലി തടസ്സോ, നിന്റെ മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങളോ, പരീക്ഷ മേഖലയിൽ നേരിടുന്ന തടസ്സങ്ങളോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ, തടസ്സങ്ങളോ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിന്റെ തടസ്സങ്ങൾ, ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദൈവം നിന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്താൽ എല്ലാ തടസ്സവും തകരും. ചെങ്കടലിന്റെ മുമ്പിൽ ഒരു ഇസ്രായേൽ ജനം നിന്നില്ലേ? ആ ജനത്തിന്റെ കൂടെ ദൈവം നിന്നു. സംഭവിച്ചെന്നാ? ചെങ്കടലാണ് തകർന്നു പോയത്, വിഭജിക്കപ്പെട്ടത് രണ്ടായിട്ട്. ജെറീക്കോ മതിലിന്റെ
ചുറ്റും നടന്ന് ഇസ്രായേൽ ജനം ആരവത്തോടെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തോട് ചേർന്ന് യുദ്ധം ചെയ്തപ്പോൾ ജെറീക്കോ മതിലുണ്ടല്ലോ തകർന്ന് തരിപ്പണമായില്ലേ, പൊട്ടി തകർന്നു പോയില്ലേ. അതുകൊണ്ട് ആ ധൈര്യവും ആ ഒരു അഭിഷേകവും ആ ഒരു കർത്താവിൻ്റെ കരുതലും സാന്നിധ്യമൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിൽ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മക്കളെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലകളെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നു, ഈ നേരിടുന്ന തടസ്സങ്ങൾ എൻ്റെ കർത്താവ് എടുത്തു മാറ്റുന്നു. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. എന്നിട്ട് ഒരു വാഗ്ദാനം കൂടി പറഞ്ഞ കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു, അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തനാക്കുന്നു, തൃപ്തയാക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ എല്ലാ അതിർത്തികൾ ലാസ്റ്റ് എക്സ്റ്റെൻഡ്, എല്ലാ അവസാനം എല്ലാ ഇടങ്ങളിലേക്കും കർത്താവിന്റെ സമാധാനം വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഈശോ തരുന്ന സമാധാനത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ പറയുക? നിലനിൽക്കുന്ന സമാധാനമാണ്, അത് നിലനിൽക്കുന്ന സന്തോഷമാണ്. അതാണ് നിന്റെ അതിർത്തികൾ വരെ വ്യാപിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. കണ്ടോ, നിന്റെ താമസിക്കുന്ന വീടുണ്ടല്ലോ, അതിൻ്റെ എല്ലാ മുറികളിലും ഈ സമാധാനം ഉണ്ടാവും. നീ വസിക്കുന്ന ഇടമുണ്ടല്ലോ, പറമ്പിൻ്റെ എല്ലാ അതിർത്തികളിലും ഈ സമാധാനം വ്യാപരിക്കും. നീ പോകുന്നിടത്തൊക്കെ ഉണ്ടല്ലോ, ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവും. വചനം പറയുന്നു, അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. നിന്റെ കൂടെ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ എല്ലാം ദൈവം തൻ്റെ സമാധാനം സ്ഥാപിക്കും. ഇതാണല്ലോ നമ്മുടെ ഒക്കെ പ്രാർത്ഥന. ഇതല്ലേ, ദൈവമേ ഇച്ചിരി സമാധാനം കിട്ടിയിരുന്നെങ്കിൽ. എത്രയോ പേര് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി, ഒരു മനസമാധാനത്തിന്, സ്വസ്ഥതയ്ക്ക് വേണ്ടി. എത്രയോ മക്കൾ ഇതിനകത്ത് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, സമാധാനമില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും നിന്റെ സ്നേഹത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. പല കാരണങ്ങൾക്ക് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവർ, ഭിന്നിച്ച് കഴിയുന്നവർ, കലഹിച്ച് കഴിയുന്നവർ, വൈകാരികമായി മുറിവേറ്റ് കഴിയുന്നവർ, സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാവോ? സമാധാനം കുടുംബങ്ങളിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. നഷ്ടപ്പെട്ടു പോയ സമാധാനം കർത്താവ് തിരിച്ചു തരുന്ന സമയമാണ്. നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൻ്റെ ഐക്യം, സന്തോഷം, എന്തെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം കർത്താവ് തിരിച്ചു തരുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഇന്നത്തെ ദിവസം മുഴുവൻ എടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഈ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം ഓണാക്കി മൊബൈലിലോ ടി വിയിലൊക്കെ വെച്ചിട്ട് ഈശോയുടെ കൂടെ ഇരിക്കണം. ഈശോയുടെ കൂടെ ആ സാന്നിധ്യം നിന്നിൽ സമാധാനം നിറയ്ക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.